ഇന്ന് പതിവ് പോലെ തന്നെ കൊടും ചൂടിൽ കേരളം വെന്തുരുകി. സംസ്ഥാനത്ത് ഈ ആഴ്ച കൂടി അസാധാരണമായ ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പാലക്കാടിന് പിന്നാലെ കൊല്ലവും തൃശ്ശൂർ ജില്ലയും ഈ ഉഷ്ണതരംഗത്തിന് വിധേയമായി എന്നാണ് മറ്റൊരു കാര്യം. ഉഷ്ണതരംഗത്തിൻ്റെ സാധ്യത മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതാഘാതമേറ്റ് ഇന്ന് 2 പേർ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നു. സംസ്ഥാനം ചുട്ടുപൊള്ളി ഉരുകി ഒലിക്കുകയാണ്. രാവും പകലുമെന്നില്ലാതെ അത്യുഷ്ണം മനുഷ്യജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. മെയ് ആദ്യവാരം വരെ അസാധാരണമായ ഈ ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂട്. ഔദ്യോഗിക കണക്കതാണെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പാലക്കാട്ടെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്നത് 44 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട്. അക്ഷരാർത്ഥത്തിൽ വെന്തുരുകുകയാണ് പാലക്കാട്. പാലക്കാടിനു പിന്നാലെ തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നതിൻ്റെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൊല്ലത്തും തൃശ്ശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യവും 2 ദിവസം കൂടി തുടരും. ഈ ജില്ലകൾക്ക് പുറമെ പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പകൽ ചൂടിനൊപ്പം രാത്രിയിലെ ഉഷ്ണവും അസഹനീയമായ നിലയിലാണ്. അറബിക്കടൽ പോലും മുമ്പെങ്ങുമില്ലാത്ത വിധം ചുട്ടുപൊള്ളുകയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഉപരിതല താപനില വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ചിലയിടങ്ങളിൽ 34 ഡിഗ്രി വരെ സമുദ്രത്തിന്റെ താപം കൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ 2 മണിക്ക് അറബിക്കടലിന്റെ താപനില 30-31 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വ്യക്തമായത്. പാലക്കാട് ഒരാഴ്ചക്കിടെ സൂര്യാഘാതമേറ്റുണ്ടായ 3ാമത്തെ മരണമാണ് ലക്ഷ്മിയുടേത്. സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന മാഹി പന്തക്കൽ സ്വദേശി UM വിശ്വനാഥൻ ഇന്ന് വൈകുന്നേരത്തോടെ മരിച്ചു. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമെന്നും പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസും 41 അതിനു മുകളിലുമൊക്കെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത്. കൊല്ലത്തും തൃശ്ശൂരുമൊക്കെ ചൂട് അതിനോടടുത്തെത്തുന്നു. സംസ്ഥാനം ഇതുവരെ കടന്നുപോയിട്ടില്ലാത്തത്ര അത്യുഷ്ണത്തെയാണ് നേരിടുന്നത്. ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഈ ദിവസങ്ങളിൽ കർശനമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് പറഞ്ഞതുപോലെ എല്ലാവിധമായ ജാഗ്രതയും മുൻകരുതലുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ എടുക്കണം. വല്ലാത്ത ചൂടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ചൂട് നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അനുഭവിക്കുന്ന ചൂടാണ് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ളത്. 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂട് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര സാധാരണമല്ല. മാത്രമല്ല, നമ്മൾ ഈ നട്ടുച്ച സമയത്തൊക്കെ പുറത്തേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. കൂടുതൽ വെള്ളം കുടിക്കുകയും ശരീരം തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാര്യം ഇതുവരെ നമ്മൾ നേരിടാത്തൊരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള തലയിലെഴുത്താണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് കൂടി വന്നതോടെ കേരളത്തിലെ ജനങ്ങൾക്ക് വല്ലാതെ ആശങ്ക വന്നിട്ടുണ്ട്. കാണാം നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങൾ ഇതിനെക്കുറിച്ച്.
ഇപ്പം നമുക്ക് സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്കാറും ആൾക്കാരുടെ പുറത്തെല്ലാം ഈ ചൂട് കുരുക്കൾ വരുന്നുണ്ട്. അത് ഈ ചൂട് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം, വെള്ളം മിക്കവാറും കിട്ടാതൊക്കെ വരുന്നുണ്ട്. ബുദ്ധിമുട്ട് ഭയങ്കരമായ ക്ഷീണവും ഇതൊക്കെ ഉണ്ടാവും. വിറയൽ, ക്ഷീണം. ഈ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ പലരും മറിഞ്ഞു വീണല്ലോ. ബുദ്ധിമുട്ട് ശരീരത്തിൽ നിന്ന് നല്ല ഹൈറ്റാകുമ്പോൾ ശരീരം മൊത്തം വരുമ്പോൾ വെപ്പ് പോലെ വരും, ഒരു പൊള്ളൽ പോലെ വന്ന് നമ്മൾ ചൊറിയുമ്പോൾ ഈ പൊട്ടി പോകും. ഈ ചില ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ രാത്രി വീടുകളിൽ കിടന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ജനങ്ങൾ വെളിയിൽ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ കൊണ്ടിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ചൂട്, അതിഭയങ്കരമായ ചൂട്. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ജീവിക്കാൻ വയ്യ ചൂടുകൊണ്ട്. ചൂട് എന്താ, ഞങ്ങൾ ഞങ്ങൾ പെയിൻറ്റിങ് വർക്കായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ വർക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര മേലൊക്കെ ചൂട് വന്ന് അങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചൂട് കാലത്ത്. ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇടുക്കി ജില്ലക്കാരനാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താണ് പറഞ്ഞത്, ഡീഹൈഡ്രേഷനും നമ്മൾ അതിന് മാത്രം വെള്ളം കുടിക്കുകയും, അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ചൂട് സഹിക്കാൻ പറ്റണില്ല. വെള്ളം കുടിച്ച് വയറ് നിറയണതല്ലാണ്ട് നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല.